ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കി നീറ്റ് യു പരീക്ഷ ഇന്ന് വീണ്ടും നടത്തുന്നു. 22 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ദിവസമാണിന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷാ സമയം. പരീക്ഷ എഴുതുന്നവർക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആശംസകൾ നേർന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബും തത്സമയം പരീക്ഷാ വിവരങ്ങളുമായി ചേർന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത, എന്താണ് രാജ്യതലസ്ഥാന വിശേഷങ്ങൾ ഈ കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചു. ശേഷം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, വിവിധ ഏജൻസികളുടെ ഏകോപനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ NTA തന്നെ വിദ്യാർത്ഥികൾക്ക് ആശംസയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസ അറിയിച്ചിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഒഴിവാക്കുക, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ പരീക്ഷ എഴുതുക എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ 97 സെന്ററുകളാണുള്ളത്. കനത്ത ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ സെന്ററുകളിലൊക്കെ തന്നെ ഒരു പ്രത്യേക കൂളിംഗ് സെന്ററുകൾ എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള രക്ഷകർത്താക്കൾക്കൊക്കെ അവർക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെയാണ് ഡൽഹിയിലെ സെന്ററുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഏതാണ്ട് 5000-ലധികം സെന്ററുകളാണുള്ളത്. 5000-ലധികം സെന്ററുകളിലായി 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കിയത് ഇന്നലെ ഈ സെന്ററുകൾ സംബന്ധിച്ച അവസാന നിമിഷവും ചില ആശങ്കകൾ വന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ നാഗ്പൂരിലുള്ളൊരു വിദ്യാർത്ഥിക്ക് UAE-യിലെ ഒരു സെന്ററാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിദ്യാർത്ഥിക്ക് എങ്ങനെ അവിടെ പോയി പരീക്ഷ എഴുതാൻ കഴിയും അടക്കമുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പിന്നാലെ NTA തന്നെ അതിൽ ഇടപെടുകയും വിദ്യാർത്ഥിക്ക് തിരിച്ച് നാഗ്പൂരിൽ തന്നെ സെന്ററിൽ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അവസാന നിമിഷമുണ്ടായ ചില പിഴവുകൾ അതൊക്കെ തന്നെ കൃത്യമായി പരിഹരിച്ചിട്ടുണ്ട് എന്നും NTA അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചില വിദ്യാർത്ഥികളൊക്കെ ഈ പരീക്ഷ മാറ്റിവെക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മുന്നൊരുക്കത്തോടു കൂടി വീണ്ടും പരീക്ഷയിൽ ഷെഡ്യൂളിൽ മാറ്റമുണ്ടാകില്ലെന്നൊക്കെ NTA അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പരീക്ഷാ സെന്ററുകളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യപേപ്പർ ചോർച്ച, പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾ, ഇതിനൊക്കെ ശേഷം നടക്കുന്ന ഈ പുനഃപരീക്ഷ, അത് ത്രിതല സുരക്ഷാ സംവിധാനങ്ങളാണ് എല്ലാ സെന്ററുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ എല്ലാ സെന്ററുകളിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി മോക്ക് ഡ്രില്ലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CCTV നിരീക്ഷണം ഉണ്ടായിരിക്കും എല്ലാ സെന്ററുകളിലും മുഴുവൻ സമയവും. ഉച്ചയ്ക്കാണ് പരീക്ഷയെങ്കിലും വിദ്യാർത്ഥികൾ രാവിലെ 11 മുതൽ 1:30-ക്കുള്ളിൽ ഈ സെന്ററുകളിലേക്ക് എത്തണമെന്നുള്ളതാണ് നിർദ്ദേശം. കൃത്യം 1:30യോടുകൂടി തന്നെ ഈ ഗേറ്റ് അടയ്ക്കും. ഒപ്പം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഈ ബയോമെട്രിക് പരിശോധനകളിൽ ഏതെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കേണ്ടതില്ല എന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം സത്യവാങ്മൂലം നൽകി മാനുവൽ പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതൊക്കെ തന്നെ ഈ GPS ട്രാക്ക് ചെയ്ത വാഹനങ്ങളിലായിരിക്കും. ഈ വാഹനങ്ങൾക്കൊപ്പം പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് പരീക്ഷാ സെന്ററുകളിൽ സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. 5000-ലധികം സെന്ററുകളിലായി ഞാൻ സൂചിപ്പിച്ചതുപോലെ 22.79 ലക്ഷം വിദ്യാർത്ഥികളായിരിക്കും പരീക്ഷ എഴുതുക. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതിന്. കൊച്ചിയിൽ ഒരു നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മുടെ ലിഡിയ ജേക്കബ്. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ ലിഡിയ, പരീക്ഷാ കേന്ദ്രം ഉച്ചയ്ക്കാണല്ലോ പരീക്ഷ തുടങ്ങുക. ഇവിടെ ആരും കാണില്ല, എന്നാൽ പോലും പറയൂ. സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ എത്തി തുടങ്ങിയിട്ടില്ല. 11 മണിയോടെയാണ് അകത്ത് കയറാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. 11 മണിയോട് കൂടി വിദ്യാർത്ഥികൾ എത്തി തുടങ്ങുകയുള്ളൂ. എന്തായാലും ഞാനുള്ളത് കടവന്ത്ര KVക്ക് മുന്നിലാണ്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ കേന്ദ്രമാണ് ഈ കേന്ദ്രീയ വിദ്യാലയം. എല്ലാ വർഷവും ഇവിടെ തന്നെ പരീക്ഷ നടത്താറുണ്ട്. എന്തായാലും അതീവ സുരക്ഷ ഒരുക്കിയാണ് ഇപ്രാവശ്യം കടവന്ത്ര KVയിലും പരീക്ഷ ഒരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പരിസരത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അല്പസമയത്തിനുള്ളിൽ പോലീസ് സംവിധാനങ്ങളോട് കൂടിയ സുരക്ഷയും കാര്യങ്ങളും ഒക്കെ ഒരുക്കും. ഒപ്പം CCTV ദൃശ്യങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതായത് CCTV നിരീക്ഷണത്തിലായിരിക്കും മുഴുവൻ സമയവും. അത് ക്ലാസ് റൂമുകളിലും പുറത്തും വലിയ രീതിയിലുള്ള CCTV നിരീക്ഷണങ്ങൾ ഉണ്ടാകും. മുൻപ് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ സുരക്ഷയാണ്. വിവിധ ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയോട് കൂടി തന്നെയാണ് ഇവിടെയും പരീക്ഷ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പരിശോധിച്ച് ഉള്ളിലേക്ക്
എത്തുന്നത് മുതൽ അതീവ സുരക്ഷയോടെ തന്നെയാണ് ഈ ഷീറ്റുകൾ, അതായത് ഹാൾ ടിക്കറ്റുകൾ പരിശോധിക്കുന്നത് മുതൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അദ്ദേഹം പരിശോധിച്ച ശേഷം മറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാകും വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അതോടൊപ്പം തന്നെ മുഴുവൻ സമയവും ക്ലാസ് റൂമുകളിലും പുറത്തും CCTV സംവിധാനങ്ങൾ ഉണ്ടാകും. മറ്റ് ബയോമെട്രിക് അടക്കമുള്ള പരിശോധനകൾ അടക്കം പൂർത്തിയാക്കും. അങ്ങനെ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ ചോദ്യ പേപ്പർ അടക്കം കൊണ്ടുവരുന്നതിലും വലിയ സുരക്ഷയോടെ തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസ് സുരക്ഷയോടുകൂടി വളരെ നിർണായകമായി വളരെ സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ ചോദ്യ പേപ്പറുകൾ അടക്കം കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഈ ജാമറുകൾ അടക്കം ഈ ഒരു പരിസരങ്ങളിൽ സ്ഥാപിക്കും. അതുപോലെ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്നുള്ളത് ഈ മറ്റ് ഉപകരണങ്ങളൊന്നും തന്നെ സാധാരണ നീറ്റിനുള്ളതുപോലെ തന്നെ മറ്റ് വാച്ചുകളോ, അതായത് സ്മാർട്ട് വാച്ചുകളോ മൊബൈൽ ഫോണുകളോ മറ്റൊന്നും തന്നെ ഈ ഒരു പരീക്ഷാ കേന്ദ്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല. അത്തരത്തിൽ കർശനമായിട്ടുള്ള സുരക്ഷ, കർശനമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തുമെന്നുള്ളതാണ്. അങ്ങനെ അതീവ സുരക്ഷയിൽ ഈ ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്, അതായത് മുൻ പരീക്ഷകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.